ഒന്നാകെ പടപൊരുതിയിട്ടും പരാജയപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷമാണ് മിഡിൽ ഈസ്റ്റ് നിന്ന് വരുന്ന വാർത്തകൾ നമ്മളോട് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വരുന്നു മൂക്കിൽ വലിച്ചിട്ട് നമ്മളെയൊക്കെ അകത്താക്കും എന്ന് പറഞ്ഞ ടീം ഇപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കുഴങ്ങിയിരിക്കുകയാണ്. അഥവാ റഷ്യയുടെ പിന്തുണയോടുകൂടി അവരുടെ സാറ്റലൈറ്റ് സംവിധാനത്തിൽ നിന്ന് കിട്ടുന്ന കൃത്യമായിട്ടുള്ള വിവരങ്ങൾക്കനുസരിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഓപ്പറേഷനാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷനാണ് ടെൽ അവീവിൻ്റെ ഹോസ്പിറ്റലിലെ ഏറ്റവും അടിയിലായിട്ട് അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടുണ്ടായിരുന്ന ബങ്കറുകൾ ഇന്നലെ രാത്രിയും ഇന്നലെ വൈകുന്നേരവുമായിട്ട് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ അതിൽ വളരെ വലിയ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടില്ല. അതെങ്ങനെയാണ് അവരുടെ ശൈലി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇസ്രായേൽ അവിടെ അക്രമത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള സൂചന നൽകുകയും ചെയ്യുന്നുണ്ട്. അതിനിടെയാണ് റഷ്യയുടെ സാറ്റലൈറ്റ് സംവിധാനം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പുറത്തുവിട്ടിട്ടുള്ളത്. അവിടെ വലിയ രൂപത്തിൽ ബങ്കർ നശിപ്പിക്കുകയും ഉന്നത അധികാരികളും അതുപോലെ തന്നെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ പിടിപാടുള്ള ആളുകളൊക്കെ ഈ ആപൽ ഘട്ടങ്ങളിൽ പോയിരിക്കുന്ന ഈ ശീതീകരിച്ച ബങ്കറാണ് ഇപ്പോൾ ഇറാൻ്റെ മിസൈൽ അവിടെ പതിച്ചിരിക്കുന്നു. അത് വ്യാപകമായിട്ട് തകർന്നിരിക്കുന്നു. ഒരുപക്ഷെ അതിൽ നെതന്യാഹു ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് റഷ്യയാണ് പറയുന്നത്. ഇസ്രായേലിന് അത് അത്ര കണ്ടിട്ട് രസിച്ചിട്ടില്ല. അമേരിക്കയ്ക്ക് തീരെ റെഡി ആയിട്ടില്ല ആ വാർത്ത. എന്താണെങ്കിലും റഷ്യയെ കയ്യിൽ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് രണ്ട് രാജ്യത്തിനും അത്ര കണ്ടിട്ട് എളുപ്പമല്ല എന്നതുകൊണ്ട് തന്നെ അത് പറഞ്ഞത് മോശമായിപ്പോയി എന്ന് പോലും പറയാൻ അമേരിക്കയോ ഇസ്രായേലോ മുന്നോട്ട് വന്നിട്ടില്ല. അവിടെയാണ് ഈ ഒരു യുദ്ധത്തിൻ്റെ പോക്ക് വരവുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എവിടെയാണോ യുദ്ധം തുടങ്ങാൻ ആഗ്രഹിച്ചത് അവിടെ തന്നെ ഇവർ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എവിടെയാണ് പിടിച്ച് കെട്ടേണ്ടതെന്ന് വെച്ചാൽ അതിവർക്ക് അറിയില്ല. കാരണം തുടക്കം കുറിച്ചത് 150ഓളം വരുന്ന പിഞ്ചു പൈതങ്ങളുടെ കൊലപാതകത്തിലൂടെയാണ്. അതുമാത്രമല്ല, അതിനോടനുബന്ധമായിട്ട് 4 ദിവസം കൊണ്ട് ഇതാ ഞങ്ങളൊക്കെ ഒപ്പിയെടുത്തിരിക്കുന്നു, നിങ്ങളുടെ ടാർഗറ്റുകളൊക്കെ ഇതാ 4 ദിവസം കൊണ്ട് അറ്റാക്ക് ചെയ്തു ഭസ്മമാക്കി കളഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് ഇതാ നിങ്ങളുടെ രാജ്യം വരുന്നു എന്നൊക്കെ പറഞ്ഞ് കോളിളക്കം സൃഷ്ടിച്ച് ബീമ്പളക്കി വന്ന ആളുകളൊക്കെ ഇനി എപ്പോൾ എങ്ങോട്ട് പോകണം എന്നറിയാതെ അന്തം വിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് പല ഭാഗത്തുനിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ജൂതന്മാർ ഓട്ടത്തിൻ്റെ ഏറ്റവും വലിയ മെഡൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും കിട്ടുക. കാരണം ആ ലെവൽ ഓടുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ കൊള്ളരുതായ്മയിൽ അങ്ങേയറ്റം ആക്രാന്തി പൂണ്ടിട്ടുള്ള ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ നിതാന്തമായിട്ടുള്ള ശ്രമത്തിൻ്റെ പരിണിത ഫലമാണ്. അത് അനുഭവിക്കുക തന്നെ ചെയ്യണം. ഗാസക്കാർ അങ്ങനെയാണല്ലോ ഇവരെ കൊണ്ട് അനുഭവിച്ചത്. എന്താണെങ്കിലും നെതന്യാഹു ജീവനോട് ഉണ്ടോ എന്ന ചോദ്യമാണ് ഈ പ്രഖ്യാപനം പുറത്തേക്ക് വന്നതിന് ശേഷം ലോകം ചോദിക്കുന്നത്. അഥവാ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട അംഗങ്ങളാണ് ഈ ഒരു ഗുഹയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ബങ്കറിനുള്ളിൽ മാളത്തിൽ ഒളിക്കാറുള്ളത്. ആ മാളമാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമാക്കിയത്. അതിലുള്ള എലികളൊക്കെ പുറത്തേക്ക് ഓടിയിട്ടുണ്ടോ, ആരോഗ്യത്തോടെ അല്ലെങ്കിൽ അപകടത്തോടുകൂടെ 2 ലക്ഷം ആ ലെവലിൽ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ തന്നെ കുഴിമാടത്തിലെ ഒതുക്കിയിട്ട് അവിടെ ആ മണ്ണിൻ്റെ അടിയിലായിട്ടുണ്ടോ എന്നൊക്കെ വലിയ ചോദ്യം ഉത്തരം കിട്ടാതെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്താണെങ്കിലും താൻ കുഴിച്ച കുഴിയിൽ അവൻ്റേതൊക്കെ ഉത്തരവാദിത്തമാണെന്നുള്ള കടമപ്പെട്ടതാണെന്നുള്ളത് ഇറാൻ ഒരിക്കൽ കൂടി തെളിയിച്ചു കൊടുക്കുന്നു. നെതന്യാഹു അല്ല, അവൻ്റെ ഏറ്റവും വലിയ മൂത്താപ്പ വന്നാലും ഞങ്ങളിത് ചെയ്യുമെന്ന പ്രഖ്യാപനമാണ് പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖാംനെയി ലോകത്തോട് മുന്നോട്ട് വെച്ചത്. അതേ പ്രഖ്യാപനമാണ് അമേരിക്കക്കും കൊടുത്തിട്ടുള്ളത്. പറ്റുമെങ്കിൽ ഞങ്ങളെ കീഴ്പ്പെടുത്തി ആക്രമിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് നോക്ക്, പക്ഷേ ഞങ്ങൾ തോറ്റു തരുന്ന പ്രശ്നമില്ല എന്ന് ഒരിക്കൽ കൂടി അജയ്യമായി തെളിയിക്കുകയാണ്. ബങ്കറുകളിലെ ആധുനീകരിച്ച ബങ്കറുകളൊക്കെ ഓരോന്നായിട്ട് നശിപ്പിക്കപ്പെട്ട് വരുമ്പോൾ ലോകത്തിനോട് കൊടുക്കുന്നൊരു മെസ്സേജ് അതാണ് ഇറാനികൾ. ഇറാൻ ഭരണകൂടവും അത് തന്നെയാണ്. ഇവിടെ ഭരണം സ്ഥാപിച്ചത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനൊന്നും നാവിട്ടടിക്കേണ്ട എന്ന് പറഞ്ഞ മുജ്തബ ഖാംനെയി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷനായിരുന്നു അദ്ദേഹം അധികാരമേറ്റതിന് ശേഷം ഈ വലിയ ബങ്കർ നശിപ്പിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ ആ ബങ്കർ നശിപ്പിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന വാർത്ത മുജ്തബ ഖാംനെയുടെ സ്ഥാനാരോഹണത്തിന് ശേഷം ആദ്യമായിട്ടുള്ള ഓപ്പറേഷൻ നെതന്യാഹുവിൻ്റെ അവസാനത്തെ ആ ദിവസമായിരുന്നോ എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എങ്ങനെയാണെങ്കിലും ആക്രമിക്കപ്പെട്ടവൻ അത് ഗസക്കാരാണ്. അക്രമി ഈ നെതന്യാഹു ആയിരുന്നു. ഗസക്കാരുടെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന മറുപടി പടച്ചറബ് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റും. എങ്ങനെയാണെങ്കിലും അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് നിന്നുകൊണ്ടും ചെറുതെന്ന് പറഞ്ഞ് ആ രാജ്യത്തെ അങ്ങ് തകർക്കാൻ വേണ്ടി ശ്രമിച്ച് 10 ദിവസം കഴിഞ്ഞു. ഒന്നും ചെയ്യാൻ
ചെയ്യാനാകാതെ അവരുടെ മിസൈൽ ലോഞ്ചുകളും അവരുടെ സംവിധാനങ്ങളും ഒക്കെ ആ 100-150 മീറ്റർ അടിയിലേക്ക് ഒതുക്കി വെച്ചപ്പം അമേരിക്ക അത്ര കണ്ട് ആ കാര്യങ്ങൾ പഠിച്ചെടുത്തില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അമേരിക്കയുടെ അവസാനവും നെതന്യാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളുമാണ് ഇപ്പോൾ എണ്ണിത്തിട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ട്രംപിൻ്റെ ഭരണകൂടങ്ങളൊക്കെ പറയുന്നത് ട്രംപ് ലോകത്തിൻ്റെ മുമ്പിൽ അമേരിക്ക നാണം കെടുത്തുന്നു, മാത്രമല്ല അമേരിക്കയുടെ സമ്പത്ത് കൊള്ളടിക്കുന്നു, ഈ രാജ്യം ഇനി ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തും എന്നും പറഞ്ഞിട്ട് ട്രംപിന് അവിടെ നിന്ന് ഇങ്ങനെ പിരിവിരി കൊള്ളിക്കുന്നുണ്ട്. ഇപ്പുറത്താണെങ്കിൽ നെതന്യാഹു ഒളിച്ചോടിയെന്നും ഇതിൻ്റെ ഉള്ളിൽപ്പെട്ട് എലിയെ പോലെ പേടിച്ച് കഴിയുന്നതിനിടയ്ക്ക് മുകളിൽ വന്ന് തീകോളം വീണപ്പം അതിൻ്റെ ഉള്ളിൽ കത്തിച്ചാമ്പലായി എന്നും പറയുന്നുണ്ട്. എങ്ങനെയാണോ കാര്യം എന്നുള്ളത് കാത്തിരുന്ന് അവരുടെ റിപ്പോർട്ട് വരാൻ ഏറെ വൈകുമെന്നത് ഉറപ്പാണ്. ഇത് റഷ്യയല്ല, ഇത് ഇറാനല്ല, ഇസ്രായേൽ ആയതുകൊണ്ട് ഒരുപാട് വൈകും. ആ വൈകി വരുന്ന വാർത്തയിൽ നമുക്ക് പ്രത്യാശിക്കാം എന്തൊക്കെ ആരൊക്കെ. അതിൽ ഇദ്ദേഹത്തിൻ്റെ അളിയൻകുട്ടി മരിച്ചുപോയി എന്ന് പറയുന്നുണ്ട്. അഥവാ അളിയൻ മീൻസ് അദ്ദേഹത്തിൻ്റെ അനുജനെന്നും അളിയനെന്നും പറയുന്നുണ്ട്. ഭാര്യയുടെ ആങ്ങള അല്ലെങ്കിൽ സ്വന്തം അനുജനും നെതന്യാഹുവിൻ്റെത് മരണപ്പെട്ടു എന്ന് വാർത്ത. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ചിട്ട് തന്നെ പുറത്തേക്ക് വന്നിട്ട് ഞാനത് അറ്റാച്ച്മെൻറ്റ് ചെയ്യുന്നില്ല, നമുക്ക് വയലേഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്താ ഇതിലൊക്കെ കാര്യമായി പരിഗണിക്കുമ്പോൾ പറയാൻ പറ്റുന്നത്, 4 ദിവസം കൊണ്ട് കയ്യിലെടുത്ത് പോരുമെന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗം ഇന്ന് കെഞ്ചുകയാണ് സീസ് ഫയറിന് വേണ്ടിയിട്ട്. ഇന്ന് കെഞ്ചുകയാണ് സമാധാനം ആഗ്രഹിച്ചുകൊണ്ട്. കാരണം അവിടെ സൈറൺ മുഴങ്ങുന്നില്ല. കാരണം അവരുടെ കണ്ണുകളൊക്കെ അന്ധമാക്കി മാറ്റിയിരിക്കാൻ അന്ധനാണ് ഇന്ന് ഇസ്രായേൽ. അവിടുത്തെ ഭരണകൂടങ്ങളൊക്കെയും അങ്ങനെയായി മാറിപ്പോയിട്ടുണ്ട്. അപ്പം കിട്ടേണ്ടത് കിട്ടിയിട്ടേ ഇവിടുന്ന് ലോകത്തുനിന്ന് പര്യവസാനിക്കുള്ള അവസാനത്തെ യാത്രയ്ക്ക് ഒരുങ്ങും മുമ്പേ കൃത്യമായി കൊടുത്തതിനൊക്കെ തിരിച്ച് വാങ്ങിച്ച് അതിൻ്റേതായ വേദനയും അതിൻ്റെ 100 ഇരട്ടി വേദനയും അനുഭവിച്ചിട്ട് ലോകത്തുനിന്ന് കടന്നു പോയിട്ടുള്ളൂ ഏതൊരു പരാക്രമിയും. അതിൻ്റെ ഏറ്റവും വലിയ ആധുനിക വേർഷനാണ് നെതന്യാഹുവും ട്രംപും. ആ 2 വിഭാഗവും അതിന് പ്രതിനിധാനം ചെയ്യുന്ന രാജ്യവും ഇപ്പം അനുഭവിക്കുകയാണ് ഏറ്റവും വലിയ അനുഭവങ്ങൾ. ശരിക്കും ഇവർക്ക് എന്ത് ചെയ്യാമായിരുന്നു? ആയത്തുള്ള ഖാംനയെ അവിടെ വെക്കാമായിരുന്നു. പക്ഷേ ആയത്തുള്ള ഖാംനയെ ഒഴിവാക്കിയിട്ട് കാര്യമായ ഒരു മുന്നോട്ടം പോകില്ല എന്ന് കരുതിയപ്പോഴാണ് ആയത്തുള്ള ഖാംനയെ വഞ്ചനയോടെ കൊന്നുകളയുന്നത്. പക്ഷേ അതിനേക്കാൾ വലിയ മൂർഖനാണ് മുജ്തബ ഖാംനെ എന്നുള്ളത്. അതെല്ലാം കഴിഞ്ഞ് സ്ഥാനാരോഹണം കഴിഞ്ഞപ്പോഴാണ് അമേരിക്കക്കും സയോണിസ്റ്റ് തീവ്രവാദ ശക്തികൾക്കും മനസ്സിലായത്. അവിടെയാണ് ഇപ്പം അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നത്, നമ്മൾ വീണ്ടും തുടങ്ങണമല്ലോ എന്ന് പറയുന്നിടത്തേക്ക് ജൂത സയനിസ്റ്റ് രാഷ്ട്രീയ ആളുകളൊക്കെ വന്നിട്ടുള്ളത്. തീവ്രവാദത്തെ വെച്ച് പാലും തേനും കൊടുത്ത് വളർത്തിയ 2 രാജ്യങ്ങളും കടന്ന് മോങ്ങുകയാണ്. എന്ത് IS എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്ന് മുസ്ലിമിൻ്റെ പേര് ചാർത്തി കൊടുത്തിട്ട് മുസ്ലിങ്ങളെ ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിൻ്റെയൊക്കെ പിന്നണി പ്രവർത്തകർ വരാണെന്നും ISISനുള്ള പരിക്കുകൾ പറ്റി ഇസ്രായേലായിരുന്നു അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അവരുടെ ഹോസ്പിറ്റൽ ചെലവുകളൊക്കെ നടത്തിയതെന്നൊക്കെ പറയുന്ന പുതിയ വീഡിയോകളൊക്കെ വന്ന സ്ഥിതിക്ക് ഇവരിനിയും അനുഭവിക്കാനുള്ളതാണ്. ഒരുപാട് ആളുകളെ കണ്ണീരും കയ്യുമാക്കി വിട്ടതാണ്. ഒരുപാട് ആളുകളെ എന്തിനാണ് ഞങ്ങൾക്ക് കൊല്ലപ്പെടുന്നതെന്ന് പോലും അറിയാതെ കൊന്നു അല്ലെങ്കിൽ മരണപ്പെട്ടു പോയതാണ്. അതൊക്കെ ഇവരാണ് അതിൻ്റെ പ്രൊഡ്യൂസർ, ഇവരാണ് അതിൻ്റെയൊക്കെ നിർമ്മാതാക്കൾ. അനുഭവിക്കുന്നു. അനുഭവത്തിൻ്റെ ഒരു മഞ്ഞുമലയുടെ അവസാനമല്ല, ആദ്യ ഭാഗേ നെതന്യാഹു കണ്ടു തുടങ്ങിയിട്ടുള്ളൂ എന്ന് ഇറാൻ വ്യക്തമായ ഒരു താക്കീതോടുകൂടെയാണ് ഓരോ ഘട്ടങ്ങളിലും അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീമഴ പെയ്യുമ്പോൾ ഞങ്ങൾ ക്ലസ്റ്റർ ബോംബ് അനുവദിക്കപ്പെട്ടതല്ല, ഇനി മറ്റെന്തെങ്കിലും കൊണ്ടിടാൻ പറ്റുമെങ്കിൽ ഇട്ടോളൂ എന്ന് പറയുന്ന ഗതികെട്ട ഏറ്റവും വൃത്തികെട്ട സമൂഹത്തിൻ്റെ ഒരു ദല്ലാളായിട്ടാണ് ഇപ്പം നെതന്യാഹു അറിയപ്പെടുന്നത്. അപ്പോൾ അതിനുള്ള തക്കതായിട്ടുള്ള ശിക്ഷ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും കൂടുതൽ കിട്ടും എന്ന പ്രതീക്ഷയിൽ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. മറ്റു വിശേഷമായി കാണാം. നെതന്യാഹു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടോ, അടിയന്തരമായിട്ടുണ്ടോ എന്നൊക്കെ പുതിയ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. മറ്റു വീഡിയോയിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വിഷ് ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.